ഹായ് ഓൾ, അഹദ് ഹിയർ. നമ്മളിന്നിവിടെ നോക്കാൻ പോകുന്നത് ഈ ഒരു ക്യൂബിനെ എനിക്കിപ്പം അടുത്ത് ചെന്നിട്ട് എഫ് ക്ലിക്ക് ചെയ്യുമ്പോൾ അത് റിമൂവ് ആയി പോകുന്നത് കാണാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാൻ പറ്റുന്നത് നമുക്ക് ഇന്നത്തെ ട്യൂട്ടോറിയൽ പഠിക്കാം. ഇന്നത്തെ ട്യൂട്ടോറിയൽ പഠിക്കാൻ പോകുന്നത് നമ്മളുടെ പ്ലെയറിനെ എങ്ങനെ ഒരു ഒബ്ജക്റ്റുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുമെന്നാണ്. എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു പബ്ജിയെ കളിച്ചിട്ടുള്ളവർക്കറിയാം, നമ്മളിപ്പോൾ ഒരു ഡോറിൻ്റെ അടുത്ത് ചെന്നിട്ട് നമ്മളൊരു മെസ്സേജ് കാണിക്കും. ആ മെസ്സേജ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഡോർ ഓപ്പൺ ആവും, അതുപോലെ തന്നെ ക്ലോസും ആവും. അതുപോലെ വെപ്പൺസ് പിക്ക് ചെയ്യുന്നത്, അതുപോലെ തന്നെ പല പല കാര്യങ്ങൾ, അതെല്ലാം നമുക്ക് ഈ ഒരു പ്ലെയറിനെ ഇൻട്രാക്ട് ചെയ്യിപ്പിച്ചിട്ടാണ് ചെയ്യുന്നത് ആ ഒരു ഒബ്ജക്റ്റുമായിട്ട്. ഓക്കെ, അപ്പോൾ അതെങ്ങനെ ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഞാൻ ഇതിന് മുന്നേ 2 വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് എങ്ങനെ അൺറിയൽ എഞ്ചിൻ ഡൗൺലോഡ് ചെയ്യാമെന്നും അതുപോലെ തന്നെ അൺറിയൽ എഞ്ചിൻ്റെ കുറച്ച് ബേസിക്സ് ഇൻ്റർഫേസ് സെറ്റിങ്സിനെ കുറിച്ചൊക്കെ ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അത് കാണാത്തവരാണെങ്കിൽ അതൊന്ന് കണ്ടിട്ട് വരിക, അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ മനസ്സിലാവും കാര്യങ്ങൾ. ഓക്കെ, നമുക്ക് ഒട്ടും തന്നെ ടൈം വേസ്റ്റ് ചെയ്യേണ്ട, എങ്ങനെ ചെയ്യുന്നത് നോക്കാം. അപ്പം ഞാനിപ്പോൾ ഇവിടെ ഒരു 3rd person ടെംപ്ലേറ്റാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ബ്ലൂ പ്രിൻറ്റ് യൂസ് ചെയ്തിട്ടാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ട്യൂട്ടോറിയലാണ് ആദ്യമായിട്ട് ബ്ലൂ പ്രിൻറ്റിലേക്ക് എൻ്റർ ചെയ്യാൻ പോകുന്നത്. അതായത് എങ്ങനെ വിഷ്വൽ സ്ക്രിപ്റ്റിംഗ് ചെയ്യാമെന്നും നമ്മളിത് കാണിച്ചു തരും. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഇവിടെ ഇപ്പോൾ ഒരു ജസ്റ്റ് ഒരു 3rd person ടെംപ്ലേറ്റാണ്. ഇതിനകത്ത് വേറെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, ജസ്റ്റ് ബേസിക് ടെംപ്ലേറ്റാണ്. ഇപ്പോൾ ഈ പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ അറിയാത്തവർക്കും ഞാൻ കഴിഞ്ഞ ട്യൂട്ടോറിയൽ കാണിക്കുന്നുണ്ട് എങ്ങനെ പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്യേണ്ടതെന്നും. അതെല്ലാം അതിനകത്ത് കാണിക്കുന്നുണ്ട് കഴിഞ്ഞ ട്യൂട്ടോറിയൽസിൽ. സോ അപ്പോൾ നമുക്ക് എങ്ങനെ ഇത് ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു ക്യൂബ് വെക്കാം. ജസ്റ്റ് നമ്മൾ ലെഫ്റ്റിൽ പോവുക, ഷേപ്സ് എടുക്കുക, ഒരു ക്യൂബ്. ഓക്കെ, ജസ്റ്റ് ഒരു ക്യൂബ് വെക്കുന്നു. ഇപ്പോൾ ഞാൻ പ്ലേ ചെയ്ത് നോക്കിയാൽ കാണാൻ സാധിക്കും ഒരു ക്യൂബ് ഉണ്ട്. ഞാൻ അതിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ എൻ്റെ പ്ലെയർ അതുമായിട്ട് കൊളീഷൻ ഉണ്ട്, മനസ്സിലാവും. എൻ്റെ പ്ലെയറും അതുമായിട്ട് കൊളൈഡ് ആവുന്നുണ്ട്. എനിക്കിപ്പം അതിനകത്ത് ഒരു കയറിപ്പോകാനോ അങ്ങനത്തെ ഒന്നും സാധിക്കത്തില്ല. ഓക്കെ, അപ്പം ഞാൻ ഇനി ഇതിൻ്റെ അടുത്ത് വന്നിട്ട് എഫ് നിൽക്കുമ്പോൾ എനിക്ക് ഈ ഒരു ക്യൂബ് ഇൻവിസിബിളായി പോകണം, അല്ലെങ്കിൽ ഡിസ്ട്രോയ് ആയി പോകണം. അല്ലെങ്കിൽ പോട്ടെ, ഞാൻ ഇതിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ എനിക്കൊരു ടോപ്പിലൊരു പ്രിൻറ്റ് ചെയ്യണം. ഞാൻ അതിൻ്റെ അടുത്ത് വന്നു എന്ന് പ്രിൻറ്റ് ചെയ്യണം. അതെങ്ങനെ ചെയ്യുന്നത് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഓപ്പൺ ലെവൽ ബ്ലൂ പ്രിൻറ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും, അതിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ ഇവിടെയാണ് ഈ വിഷ്വൽ സ്ക്രിപ്റ്റിംഗ്, അതായത് ഈ ഒരു ലെവലിൻ്റെ ഫുൾ വിഷ്വൽ സ്ക്രിപ്റ്റിംഗ് നമുക്ക് ഇവിടെയാണ് ചെയ്യേണ്ടത്. അതായത് ടോട്ടലി എല്ലാ ഒബ്ജക്റ്റുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ബ്ലൂ പ്രിൻറ്റ്സ് നമ്മളിവിടെയാണ് ചെയ്യുന്നത്. അല്ലാതെ നമുക്കിപ്പോൾ ഇൻഡിവിജ്വലി ചെയ്യാനും സാധിക്കും. അതിപ്പോൾ ഞാൻ കാണിച്ചു തരാം. നമ്മളിപ്പം കണ്ടൻറ്റിൽ പോയിട്ട് നമ്മളുടെ 3rd person എന്ന് പറയുന്ന ഒരു ഫോൾഡറിൽ കയറി കഴിഞ്ഞാൽ ബ്ലൂ പ്രിൻറ്റ്സ് കാണാൻ സാധിക്കും. ബ്ലൂ പ്രിൻറ്റ്സിൽ പോകുമ്പോൾ BP 3rd person, അതായത് ബ്ലൂ പ്രിൻറ്റ് 3rd person എന്ന് പറയുന്നൊരു ബ്ലൂ പ്രിൻറ്റ് ക്ലാസ് കാണാൻ സാധിക്കും. അതിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ബ്ലൂ പ്രിൻറ്റ് ഓണായി വരും. ഇതാണ് നമ്മളുടെ പ്ലെയറിൻ്റെ ബ്ലൂ പ്രിൻറ്റ്. ഇതൊന്നും കണ്ടിട്ട് ആരും പേടിക്കേണ്ട, നമുക്കിതൊക്കെ സിമ്പിളായിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഒരു ഇൻട്രാക്ട് ചെയ്യുന്നത് എങ്ങനെ നമുക്ക് ലെവൽ ബ്ലൂ പ്രിൻറ്റ് ചെയ്യുന്നത് നോക്കാം. ഓക്കെ, ഇപ്പോൾ ഈ ഒരു ബ്ലൂ പ്രിൻറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മളിവിടെ വന്നിട്ട് നമ്മൾ ഈ ക്യൂബ് ആഡ് ചെയ്യാൻ എടുത്ത ആ ഒരു സെയിം ഓപ്ഷൻ തന്നെ ഓണാക്കുക. അതിന് ശേഷം ഈ ഒരു സെർച്ച് ബാറിൽ ട്രിഗർ ബോക്സ് ഒന്ന് സെർച്ച് ചെയ്യുക. ട്രിഗർ ബോക്സ്, അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു ബോക്സ് വരുന്ന കാണാൻ സാധിക്കും, ഒരു വയർ ഫ്രെയിം പോലത്തെ ബോക്സ്. ഓക്കെ, അതിനുശേഷം നമ്മൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് പാനലിൽ പോയിട്ട് അതിന് ജസ്റ്റ് ഒന്ന് സൈസ് കൂട്ടി കൊടുക്കുക. സൈസ് കൂട്ടി കൊടുത്തതിന് ശേഷം അതിനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. കറക്റ്റ് ഒന്ന് പ്രോപ്പറായിട്ട് പ്ലേസ് ചെയ്യുക. പ്രോപ്പറായിട്ട് പ്ലേസ് ചെയ്തതിന് ശേഷം ഞാനിപ്പോൾ ഈ ഒരു ക്യൂബിൻ്റെ അടുത്തേക്ക് പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും സംഭവിക്കുമോ? ഒന്നും സംഭവിക്കുന്നില്ല. ഓക്കെ, ഇനി ഞാൻ ഈ ക്യൂബിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ എനിക്കൊരു മെസ്സേജ് പ്രിൻറ്റ് ചെയ്യണം. ഓക്കെ, അപ്പം അതിനായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഈ 3rd person ബ്ലൂ പ്രിൻറ്റിനെ ഓൺ ചെയ്യുക. ഇതിനകത്ത് പോയിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, മൗസിൻ്റെ റൈറ്റ് ക്ലിക്ക്. അപ്പോൾ നമുക്ക് ഇങ്ങനൊരു വിൻഡോ ഓപ്പൺ ആയി വരും. ഇതിൽ കുറേ കാര്യങ്ങൾ കാണാൻ സാധിക്കും, ഇതൊന്നും കണ്ടിട്ട് പേടിക്കേണ്ട. ഇതിൽ പോയിട്ട് സെർച്ച് ചെയ്യുക, ഓൺ ആക്ടർ ബിഗിനിങ് ഓവർലാപ്പ്. ഇങ്ങനെ സെർച്ച് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കും നമുക്കവിടെ വരുന്നത് ട്രിഗർ ബോക്സ്, ഓൺ ആക്ടർ ബിഗിനിങ് ഓവർലാപ്പ് ട്രിഗർ ബോക്സ്. അതായത് ഈ ട്രിഗർ ബോക്സ് എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ ഒരു ട്രിഗർ ബോക്സ് ഉണ്ട്. നമ്മുടെ ഹൈറാർക്കി നോക്കി കഴിഞ്ഞാൽ കാണാൻ സാധിക്കും ഈ ഒരു ട്രിഗർ ബോക്സിനെയാണ് നമ്മൾ വിളിച്ച ഉടനെ ഇവിടെ വന്നത്. അങ്ങനെ വരാൻ കാരണമുണ്ട്, കാര്യം നമ്മളിവിടെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ ഒരു ട്രിഗർ ബോക്സിനെ, ഈ ഒരു സീനിൽ സെലക്ട് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് ആദ്യം ഇതിൻ്റെ ഇവിടുന്ന് നെയിം ചേഞ്ച് ചെയ്ത് നോക്കാം. ഇവിടെ നിന്ന് എഡിറ്റിൽ പോയിട്ട് റീനെയിം, നമ്മളിവിടെ എന്ത് ചെയ്യുന്നത് ജസ്റ്റ് ബോക്സ് മെസ്സേജ് എന്നാക്കി നോക്കാം. ഇനി നമ്മളിവിടെ പോകുമ്പോൾ കാണാൻ സാധിക്കും. ഇനി നമ്മളിതിനെ ഒന്ന് സേവ് ചെയ്യുക. സേവ് ചെയ്തതിന് ശേഷം ഒന്നുകൂടെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക.
ഓൺ ആക്ടർ ബിഗിനിങ് ഓവർലാപ്പ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ബോക്സ് മെസ്സേജ് കണ്ടോ. ഞാൻ കൊടുത്തിരിക്കുന്ന ആ ഒരു ട്രിഗർ ബോക്സ് തന്നെയാണ് എനിക്കിവിടെ കിട്ടിയെന്ന് ഇപ്പോൾ മനസ്സിലായല്ലോ. ട്രിഗർ ബോക്സ് ഓൺ ആക്ടർ ബിഗിനിങ് ഓവർലാപ്പ് ബോക്സ് മെസ്സേജ്. ഓക്കെ, ഇപ്പോൾ ഈ ഒരു ബോക്സ് മെസ്സേജ് എന്ന് പറഞ്ഞതിനകത്ത് നിങ്ങൾക്കൊരു 3 ഔട്ട്പുട്ട് വരുന്ന കാണാൻ സാധിക്കും. ഓവർലാപ്പ് ആക്ടർ, അതുപോലെ തന്നെ അതർ ആക്ടർ, അതുപോലെ തന്നെ ഒരു മെയിൻ കണക്ഷനും വരുന്ന കാണാൻ സാധിക്കും. നമുക്കിപ്പോൾ ഇപ്പം നമുക്ക് പഠിക്കേണ്ടത് ഈ ഒരു മെയിൻ കണക്ഷനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഈ മെയിൻ കണക്ഷനിൽ ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുക, മൗസിൻ്റെ ലെഫ്റ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഡ്രാഗ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ലൈൻ വരുന്ന കാണാൻ സാധിക്കും. എന്നിട്ട് ലെഫ്റ്റ് ക്ലിക്കിൽ നിന്ന് നമ്മൾ കൈ എടുക്കുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ കാണാൻ സാധിക്കും. ഇവിടെ നമ്മൾ പ്രിൻ്റ് എന്ന് സെർച്ച് ചെയ്യുക. ഓക്കെ, പ്രിൻ്റ് സ്ട്രിങ്. ഓക്കെ, പ്രിൻ്റ് സ്ട്രിങ് എന്ന് സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പുതിയൊരു നോഡ് വരും. അതിൽ ഹലോ എന്ന് എഴുതിയേക്കുന്ന കാണാം. അപ്പോൾ നമ്മൾ ഈ ഹലോ മാറ്റിയിട്ട് അവിടെ വാട്ടെവർ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും അവിടെ എഴുതാം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ പ്ലെയർ നിയർ ദ ബോക്സ്. ഓക്കെ, ഇനി നമുക്കിതിനെ കമ്പൈൽ ചെയ്യണം. കമ്പൈൽ ചെയ്യുന്നതാണ് നമ്മളിപ്പോൾ ഇവിടെ ചേഞ്ച് വരുത്തിയിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇവിടെ ക്വസ്റ്റ്യൻ മാർക്ക് വന്നത്. അപ്പോൾ ഈ വരുത്തിയ ചേഞ്ച് നമുക്കിവിടെ കമ്പൈൽ ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്നാൽ മാത്രമേ അത് നമ്മളുടെ ഈ ഒരു ലെവലിൽ സേവ് ആവത്തുള്ളൂ. സേവ് ആയാൽ മാത്രമേ നമുക്ക് അതിനെ വർക്കാക്കി കാണാൻ സാധിക്കത്തുള്ളൂ. സോ അതിന് നമ്മൾ ആദ്യം ആ കമ്പൈൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ തിരിച്ച് 3rd പേഴ്സൺ മാപ്പിലേക്ക് പോവുക, പ്ലേ ചെയ്യുക. പ്ലെയറിനെ അതിൻ്റെ അടുത്തേക്ക് കൊണ്ട് നമുക്ക് എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ. അപ്പോൾ നിങ്ങൾക്ക് ലെഫ്റ്റ് ടോപ്പിൽ കാണാൻ സാധിക്കും പ്ലെയർ നിയർ ദ ബോക്സ് എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് പ്രിൻറ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ അർത്ഥം എന്താണ്, നമ്മളുടെ ഈ ഒരു പ്ലെയർ ഈ ഒരു ബോക്സിൻ്റെ അടുത്തേക്ക് വന്ന് കൊളൈഡ് ആവുന്നുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒന്ന് ബാക്ക് പോവാം. എസ്കേപ്പ് അടിച്ചാൽ മതി. ഇപ്പോൾ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്ന നമുക്ക് തിരിച്ച് ബാക്കിൽ വ്യൂ പോർട്ടിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ എസ്കേപ്പ് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഇങ്ങനെ പോകാൻ സാധിക്കും. അതിനുശേഷം ഇനി ഞാൻ ഈ ഒരു ക്യൂബിൻ്റെ അടുത്ത് വന്നിട്ട് എൻ്റെ കീബോർഡിൽ F ക്ലിക്ക് ചെയ്യുമ്പോൾ എനിക്ക് ഈ ഒരു ബോക്സിനെ ഡിസ്ട്രോയ് ചെയ്യണം. അതെങ്ങനെ ചെയ്യാൻ പറ്റുമോ നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ വന്നിട്ട് ഇപ്പോൾ പ്ലെയർ നിയർ അല്ലേ ഉള്ളത്, അതായത് ഇപ്പം ആക്ടർ ബിഗിനിങ് ഓവർലാപ്പ്, അതായത് ആക്ടർ ഈ ഒരു ക്യൂബുമായിട്ട് ഓവർലാപ്പ് ചെയ്യുമ്പോൾ, അതായത് വേറൊരു ആക്ടറാണ് നമ്മുടെ പ്ലെയർ. ആ ഒരു ആക്ടർ ഈ ഒരു ബോക്സുമായിട്ട് ഓവർലാപ്പ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ഒരു മെസ്സേജ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് വേറൊരു ഫംഗ്ഷനും കൂടെ ഉണ്ട്, ഓൺ ആക്ടർ എൻഡ് ഓവർലാപ്പ്. അതായത് നമുക്ക് ഓൺ ആക്ടർ എൻഡ് ഓവർലാപ്പ് എന്ന് പറഞ്ഞൊരു ഇവൻറ്റും കൂടെ കാണാൻ സാധിക്കും. അതായത് ആ ഒരു ഇവൻറ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഈ ഒരു ക്യൂബിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും പ്ലെയർ നിയർ ദ ബോക്സ്. നമ്മൾ തിരിച്ചു പോകുമ്പോൾ അവിടെ പ്രത്യേകിച്ച് ഒന്നും പ്രിൻറ്റ് ചെയ്യുന്നില്ല, പ്ലെയർ നിയർ ദ ബോക്സ് എന്ന് കാണിക്കും. പിന്നെ അത് മാഞ്ഞു പോകും, ഇൻവിസിബിളായി പോകും ഒരു ടൈം കഴിയുമ്പോൾ. ഓക്കെ, നമുക്കപ്പം ഇവിടെ വന്നിട്ട് ഈ ഒരു ഓൺ ആക്ടർ എൻഡ് ഓവർലാപ്പ് എന്ന് പറഞ്ഞ ഇവൻറ്റിൽ നിന്ന് നോഡിനെ ഡ്രാഗ് ചെയ്യുക. നേരത്തെ ചെയ്ത പോലെ തന്നെ ലെഫ്റ്റ് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുക, മൗസിൽ നിന്ന് കൈയെടുക്കുക. അതിനുശേഷം പ്രിൻ്റ് എന്ന് ടൈപ്പ് ചെയ്യുക, പ്രിൻ്റ് സ്ട്രിങ് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇതിനെ രണ്ടിനെ ഡ്രാഗ് ചെയ്തിട്ട് ക്യൂ ക്ലിക്ക് ചെയ്യുക, കീബോർഡിലെ ക്യൂ. അപ്പോൾ നമുക്ക് ഇതിനെ രണ്ടിനെ നേരെ ആക്കാൻ സാധിക്കും, അലൈൻ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നെങ്കിൽ ഡ്രാഗ് ചെയ്യുക, ക്യൂ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇങ്ങനെ വെക്കുക. അതിനുശേഷം നമ്മളിതിൽ ചെയ്യുക പ്ലെയർ ടു ഫാർ, ഇങ്ങനെ ചെയ്യാം. ഓക്കെ, നമുക്കൊന്ന് അടുത്തേക്ക് പോയി നോക്കാം. പ്ലെയർ നിയർ ദ ബോക്സ് നമ്മൾ തിരിച്ചു പോകുമ്പോൾ കാണിക്കും പ്ലെയർ ടു ഫാർ. ഓക്കെ, ഇപ്പോൾ നമ്മൾ രണ്ട് ഇവൻറ്റും യൂസ് ചെയ്യുന്നുണ്ട്. അതായത് പ്ലെയർ ഇതിൻ്റെ അടുത്ത് വരുമ്പോൾ എന്താണ് പറയേണ്ടത്, പ്ലെയർ ദൂരേക്ക് പോകുമ്പോൾ എന്താണ് പറയേണ്ടത്. ഇനി നമുക്ക് പ്ലെയർ അടുത്താണോ ദൂരെയാണോ എന്ന് നമുക്കൊരു ഇഫ് എൽസ് പോലെ കണ്ടീഷൻ വെച്ചിട്ട് ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ ലെഫ്റ്റ് സൈഡിൽ വേരിയബിൾസ് എന്ന് കാണാൻ പറ്റും. ഈ ഒരു വേരിയബിൾസിൻ്റെ പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്യുക. അതിന് ശേഷം നിയർ എന്ന് പറഞ്ഞിട്ടൊരു വേരിയബിൾ ബൂളിയൻ വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്യാം. എൻ്റർ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് അവിടെ ഒരു വേരിയബിൾ ക്രിയേറ്റ് ആയി കാണാൻ സാധിക്കും. ആ ഒരു വേരിയബിളിനെ ഡ്രാഗ് ചെയ്ത് നമ്മളുടെ ഈ ഒരു വിഷ്വൽ സ്ക്രിപ്റ്റിങ്ങിൻ്റെ ഇവൻറ്റ് ഗ്രാഫിലേക്ക് കൊണ്ടുവരിക. അതിന് നമുക്ക് സെറ്റ് ചെയ്യാം, ഗെറ്റ് അല്ല സെറ്റ്. അതിനുശേഷം ഇതിലേക്ക് കണക്ട് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ പ്ലെയർ ഈ ഒരു ട്രിഗർ ബോക്സിനെ ഓവർലാപ്പ് ചെയ്തിട്ടുണ്ട്. അതായത് ഇപ്പോൾ നമ്മുടെ പ്ലെയർ ആ ഒരു ക്യൂബിൻ്റെ അടുത്താണ് ഉള്ളതെങ്കിൽ ഈ ഒരു വാല്യൂ ട്രൂ ആക്കാം. ഓക്കെ, ഇപ്പോൾ പ്ലെയർ ഇതിൻ്റെ ദൂരെ ഉള്ളതെങ്കിൽ നമുക്ക് ഈ ഒരു സെയിം വാല്യൂവിനെ സെറ്റ് ചെയ്യാം. ഇപ്പോൾ അതായത് ഫാൾസ്, ഇതിൻ്റെ അടുത്തിപ്പോൾ ഇല്ല. ഇപ്പോൾ ഈ ഒരു പ്ലെയർ ദൂരേക്ക് പോകുമ്പോൾ ഈ ഒരു വാല്യൂ ഫാൾസ് ആവും, അടുത്തേക്ക് വരുമ്പോൾ ട്രൂ ആവും. ഇനി നമുക്ക് ഒരു
കീ വെക്കാം. അതായത് ഇപ്പോൾ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, കീബോർഡ് എഫ് എന്ന് സെർച്ച് ചെയ്യുക, അപ്പോൾ നമുക്ക് എഫ് കീ കിട്ടും. അതായത് നമ്മളുടെ കീബോർഡിൽ എഫിൻ്റെ കീ ആണ്, ആ കീയുടെ ഇവൻ്റാണ് ഈ കാണുന്നത്. ഇപ്പോൾ നമ്മൾ എഫ് നോക്കി കഴിഞ്ഞാൽ എന്ത് വേണമെന്ന് വരും, അത് നമുക്ക് ഇവിടുന്ന് സെറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ ഈ ഒരു റിലീസ്ഡ് എന്ന് പറയുന്നത് നമ്മൾ പ്രസ് ചെയ്തിട്ട് കൈ എടുത്ത് കഴിയുമ്പോൾ എന്താ വരേണ്ടതെന്നും ഇത് പ്രസ് ചെയ്യുമ്പോൾ എന്താ വരേണ്ടതെന്നാണ്. ഇപ്പോൾ ഈ കീ എന്ന് പറയുന്നത് നിങ്ങളിപ്പോൾ നോക്കേണ്ടത് കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആണ്, നമുക്ക് പിന്നെ പറയാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു പ്രസ്ഡ് എന്നുള്ളതിൽ നിന്നൊരു നോഡ് ഞാൻ ഡ്രാഗ് ചെയ്യുക, അതിന് ശേഷം കണക്ഷൻ ഡ്രാഗ് ചെയ്യുക, അതിന് ശേഷം നമ്മളിവിടെ പോയിട്ട് ബ്രാഞ്ച് എന്ന് സെർച്ച് ചെയ്യുക. ഓക്കെ, ബ്രാഞ്ച് അതായത് നമുക്ക് ഇഫ് എൽസ് കണ്ടീഷൻ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ബ്രാഞ്ച്. ഈ ബ്രാഞ്ചിലേക്ക് നമ്മൾ ഈ ഒരു നിയറിനെ ഡ്രാഗ് ചെയ്യുക, ബ്രാഞ്ചിലേക്ക് വെച്ച് കൊടുക്കുക, ബ്രാഞ്ചിൻ്റെ ആ ഒരു കണ്ടീഷനിൽ വെച്ച് കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും നമ്മളുടെ എഫ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ബ്രാഞ്ചിലേക്ക് കണക്ഷൻ പോകുന്നു. ഈ ബ്രാഞ്ചിൻ്റെ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത് ഈ നിയറിനെയാണ്. അതായത് ഈ നിയറിൽ നമ്മളെന്താ കൊടുത്തിട്ടുള്ളത്, ഇത് അടുത്താണോ അതോ ദൂരെയാണോ. അപ്പോൾ അടുത്താണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ട്രൂ ആക്കണം. ട്രൂവിൽ അടുത്താണെങ്കിൽ എന്ത് സംഭവിക്കണം എന്നുള്ളത് നമുക്ക് ട്രൂയിൽ കൊടുക്കാം, ദൂരെയാണെങ്കിൽ എന്ത് സംഭവിക്കണം നമുക്ക് ദൂരെ കൊടുക്കാം. അപ്പോൾ ഈ അടുത്താണെങ്കിൽ പ്രിൻ്റ്, ഓക്കെ, പ്രിൻ്റ് ചെയ്യാം. പ്രിൻ്റ് ചെയ്തിട്ട് നമുക്ക് കൊടുക്കാം ക്യൂബ് ഡിലീറ്റഡ് എന്നൊരു മെസ്സേജ് പ്രിൻ്റ് ചെയ്യാം. അതുപോലെ അതിനെ കോപ്പി പേസ്റ്റ് ചെയ്തതിന് ശേഷം കാൻഡ് ഡിലീറ്റ് ക്യൂബ്, ഇങ്ങനെ 2 പ്രിൻ്റ് ചെയ്യാം. ഇനി ഒന്ന് കമ്പൈൽ ചെയ്തതിന് ശേഷം ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഞാൻ അതിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ കാണിക്കും പ്ലെയർ നിയർ. ഞാൻ എഫ് നിൽക്കുമ്പോൾ കാണാൻ ക്യൂബ് ഡിലീറ്റഡ്. ഞാൻ ദൂരേക്ക് പോയിട്ട് എഫ് നോക്കി കഴിഞ്ഞാൽ എന്ത് കാണാൻ സാധിക്കും, കാൻഡ് ഡിലീറ്റ് ക്യൂബ്. അതായത് ഞാനിപ്പോൾ ക്യൂബിൻ്റെ അടുത്തല്ല ഉള്ളത്, മനസ്സിലായി. ഇപ്പോൾ എത്ര വട്ടം ക്ലിക്ക് ചെയ്താലും കാണിക്കുന്നത് എന്താ, ക്യാൻ ഡിലീറ്റ് ക്യൂബ്. കാര്യം ഞാൻ ക്യൂബിൻ്റെ അടുത്തല്ല ഉള്ളത്. ഈ ക്യൂബിൻ്റെ അടുത്ത് പോയിട്ട് ആ എഫ് നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാൻ സാധിക്കും ക്യൂബ് ഡിലീറ്റഡ്. ഇതിപ്പോൾ ജസ്റ്റ് ഒരു മെസ്സേജ് മാത്രമാണ്. ഇനി ഇതെങ്ങനെ നമുക്ക് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യിക്കാൻ നോക്കാം. അതായത് ഞാൻ ഇപ്പോൾ എഫ് നിൽക്കുമ്പോൾ ഇപ്പോൾ ക്യൂബ് പോകുന്നില്ല. ഇനി നമുക്ക് എങ്ങനെ പ്രാക്ടിക്കലി ക്യൂബിനെ എങ്ങനെ അവിടെ നിന്ന് ഡിലീറ്റ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അതിന് നമുക്ക് ഈ ഒരു തേർഡ് പേഴ്സണിലേക്ക് പോവുക. ഈ ഒരു തേർഡ് പേഴ്സൺ മാപ്പ് ജസ്റ്റ് ഒന്ന് ചെറുതാക്കുക. തേർഡ് പേഴ്സൺ മാപ്പിൻ്റെ ഒരു ബ്ലൂ പ്രിൻ്റ് വിൻഡോ ഒന്ന് ചെറുതാക്കുക. അതിനുശേഷം നമ്മുടെ ഹയറാർക്കി പോയി കഴിയുമ്പോൾ നമ്മുടെ ക്യൂബിനെ കാണാൻ സാധിക്കും. ആ ക്യൂബിനെ ജസ്റ്റ് ഡ്രാഗ് ചെയ്ത് നമ്മളുടെ ഒരു ഇവൻറ്റ് ഗ്രാഫിലേക്ക് ഇടുക. ശേഷം ഇവൻറ്റ് ഗ്രാഫിനെ തിരിച്ച് പഴയതുപോലെ തന്നെ വെക്കുക. എന്നിട്ട് ഈ ഒരു ക്യൂബ് ഉണ്ടല്ലോ, അതായത് നമ്മളുടെ ആ ഒരു ക്യൂബാണിത്. ഓക്കെ, ഇനി നമ്മൾ ഈ ഒരു ക്യൂബിനെ ഇങ്ങോട്ട് മാറ്റി വെച്ചതിന് ശേഷം നമ്മളുടെ ഈ 2 പ്രിൻ്റ് ചെയ്യുന്ന സാധനം നമുക്ക് ഡിലീറ്റ് ചെയ്യാം. അതിനുശേഷം ഈ ഒരു ട്രൂ, അതായത് ഇപ്പോൾ പ്ലെയർ അടുത്താണുള്ളതെങ്കിൽ ട്രൂ എന്താണ് സംഭവിക്കേണ്ടത്, എഫ് നിൽക്കുമ്പോൾ അടുത്താണുള്ളതെങ്കിൽ എഫ് നിൽക്കുമ്പോൾ എന്ത് ചെയ്യണം, നമുക്ക് ഡിസ്ട്രോയ് ആക്ടർ എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നമുക്കിതിൻ്റെ ടാർഗറ്റായിട്ട് നമ്മളുടെ ഈ ഒരു ക്യൂബിനെ നമുക്ക് വെക്കാം. അതായത് ഞാനിപ്പോൾ അടുത്താണുള്ളതെങ്കിൽ എഫ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ഒരു ക്യൂബിനെ നമുക്ക് ഡിലീറ്റ് ചെയ്യണം. ഓക്കെ, അതിനാണ് ഞാൻ ടാർഗറ്റിൽ ആ ക്യൂബിനെ കൊടുത്തത്. അല്ലെങ്കിൽ നമുക്കൊരു പ്രിൻ്റ് ചെയ്യാം. അല്ലെങ്കിൽ എന്ത് ചെയ്യും, അല്ലെങ്കിൽ ഒരു പ്രിൻ്റ് ചെയ്തിട്ട് കൊടുക്കാം ക്യാൻഡ് ഡിലീറ്റ് ദ ക്യൂബ്. ഓക്കെ, ഇനി നമുക്കിതിനൊന്ന് ഡ്രാഗ് ചെയ്ത് കുറച്ച് ദൂരേക്ക്. ഓക്കെ, ഇനി നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം എന്ത് സംഭവിക്കും നോക്കാം. ഇനി ഞാൻ അടുത്തേക്ക് വന്നിട്ട് എഫ് ക്ലിക്ക് ചെയ്യുമ്പോൾ കാണാൻ സാധിക്കും ആ ക്യൂബ് പോയി. ആ ക്യൂബ് ഹയറാർക്കിയിൽ നിന്ന് ഡിസപ്പിയർ ആയി കാണാൻ സാധിക്കും. ഇപ്പം എങ്ങുമില്ല, ക്യൂബ് ലെവലിൽ നിന്നും പോയി ഹയറാർക്കിയിൽ നിന്നും പോയി. ഓക്കെ, ഇനി നമുക്കൊന്നുകൂടെ ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് റൈറ്റ് സൈഡിൽ ഹയറാർക്കി ശ്രദ്ധിച്ചാൽ കാണാൻ സാധിക്കും 4ാമത് നമ്മളുടെ ക്യൂബാണ് ഉള്ളത് ഹയറാർക്കിയിൽ. ഞാനിപ്പോൾ അത് ഒന്ന് എഫ് നിൽക്കുമ്പോൾ അടുത്ത് വന്നിട്ട് ഇപ്പോൾ ഞാൻ ദൂരെ പോയിട്ട് എഫ് നിൽക്കുമ്പോൾ കാണാം ക്യാൻ ഡിലീറ്റ് ദ ക്യൂബ്. ഓക്കെ, ഞാൻ അടുത്ത് ചെന്നിട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ കാണാം ഹയറാർക്കിയിൽ നിന്ന് ആ ക്യൂബ് പോയി, എൻ്റെ ലെവലിൽ നിന്ന് ആ ക്യൂബ് പോയി. ഓക്കെ, ഇപ്പോൾ ഇവിടെ സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒന്നുകൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഇവിടെ സംഭവിച്ചത് സിമ്പിളായിട്ടുള്ളൊരു ഫങ്ഷണാലിറ്റിയാണ് നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്നത്. അതായത് ഈ ഒരു ആക്ടർ നമ്മളുടെ ഒരു ട്രിഗർ ബോക്സിനെ ഓവർലാപ്പ് ചെയ്യുമ്പോൾ, അതായത് ഈ ഒരു പ്ലെയർ എന്നല്ല എന്ത് സാധനം ഈ ഒരു ട്രിഗർ ബോക്സിനെ ഓവർലാപ്പ് ചെയ്താലും അതൊരു ആക്ടർ ഓവർലാപ്പ് ചെയ്യുന്നതായിട്ടേ ആ ഒരു ട്രിഗർ ബോക്സ് അവിടെ എടുക്കുന്നുള്ളൂ. ഓക്കെ, ഇതിപ്പോൾ നമ്മളുടെ പ്ലെയർ തന്നെ ആവണമെന്നില്ല. ഇതിപ്പോൾ വേറൊരു എന്തെങ്കിലും ഒരു ആക്ടറോ അതിനെ ഓവർലാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് തന്നെ ആയിരിക്കും ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളുടെ പ്ലെയർ മാത്രമേ വെച്ചിട്ടുള്ളൂ, ജസ്റ്റ് ബേസ് പഠിച്ച് വരുന്നുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു രീതി യൂസ് ചെയ്യുന്നത്. കുറച്ചൊരു അഡ്വാൻസ്ഡ് ആകുമ്പോൾ ഒരു മൾട്ടി പ്ലെയർ ഗെയിമൊക്കെ ആകുമ്പോൾ 2-3 പ്ലെയേഴ്സ് കാണും. അപ്പോൾ നമ്മുടെ പ്ലെയർ ആയിരിക്കത്തില്ല, ഒരു ഓപ്പോണൻറ്റ് പ്ലെയർ വന്നിട്ട് അതിനെ ഓവർലാപ്പ് ചെയ്താലും സെയിം സാധനം വർക്കാവും. അപ്പോൾ നമ്മൾ മൾട്ടി പ്ലെയറിലേക്ക് പോകുമ്പോൾ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ട്യൂട്ടോറിയൽ നമുക്ക് അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഇപ്പോൾ ഞാൻ ചെയ്തിരിക്കുന്നത് ജസ്റ്റ് ബേസ് കാര്യങ്ങൾ വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതിന് ഓവർലാപ്പ് ആകുമ്പോൾ നമ്മളോടൊരു വാല്യൂ ട്രൂ ആക്കുന്നു.
നേരെ തിരിച്ചത് എൻഡ് ഓവർലാപ്പ് ചെയ്യുമ്പോൾ ആ വാല്യൂ നമ്മൾ തിരിച്ച് ഫോൾസിലേക്ക് ആക്കുന്നു. ഓക്കെ, എന്നിട്ട് നമ്മളിവിടെ ഒരു ബ്രാഞ്ച് യൂസ് ചെയ്യുന്നുണ്ട്. കാര്യം ഈ ഒരു നിയർ എന്ന് പറഞ്ഞ് ഇവിടെ കൊടുത്തിരിക്കുന്ന ട്രൂ ഓർ ഫോൾസ് ചെയ്തിരിക്കുന്ന ആ ഒരു വേരിയബിൾ നമ്മളിവിടെ കണ്ടീഷനിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ എന്ത് ചെയ്യണം, നമുക്ക് ഈ ഒരു ക്യൂബിനെ ഡിസ്ട്രോയ് ചെയ്ത് കളയണം. കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, കാൻഡ് ഡിലീറ്റ് ക്യൂബ് എന്ന് കാണിക്കണം. ഇത്രേ ഉള്ളൂ. ഇതാണ് സിമ്പിളായിട്ട് നമ്മളൊരു ഇൻട്രാക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സിമ്പിൾ സെറ്റപ്പാണ് ഇപ്പോൾ ചെയ്തത്. അപ്പോൾ നമുക്ക് ഇതിനെ കുറച്ചുകൂടി ഒന്ന് സെറ്റപ്പായിട്ട് ഈ ഒരു വിഷ്വൽ സ്ക്രിപ്റ്റിനെ മാറണമെങ്കിൽ എല്ലാത്തിനും ഒന്ന് ഡ്രാഗ് ചെയ്യുക, കീബോർഡിൽ C ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു കമൻറ്റ് ചെയ്യാൻ പറ്റും. കമൻറ്റ് ചെയ്യുന്നതിന് ശേഷം നമുക്കിവിടെ കാണാം, നമുക്കിവിടെ ഇങ്ങനെ ചെയ്യാം, ഡിസ്ട്രോയ് ക്യൂബ് സിസ്റ്റം. ഓക്കെ, നമുക്കിവിടെ കളറൊക്കെ മാറ്റി കൊടുക്കാൻ സാധിക്കും. ഇതിൻ്റെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം. അതിനുശേഷം നമുക്ക് ഇതിനെ അതുപോലെ തന്നെ ചെയ്യാം, ട്രൂ ഓർ ഫോൾസ്. ഇത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ബ്ലൂ പ്രിൻറ്റിനെ കുറിച്ച് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ എങ്ങനെ ഒരു ഡോർ ഓപ്പൺ ചെയ്യാം, അതുപോലെ തന്നെ ബാക്കി കാര്യങ്ങൾ, അതായത് എങ്ങനെ ഒരു ഡോർ ഓപ്പൺ ചെയ്യാം, എങ്ങനെ ഒരു ഡോർ ക്ലോസ് ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇനി വരുന്ന അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ട്യൂട്ടോറിയൽസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഏകദേശം ഇൻട്രാക്ട് ചെയ്യുന്നതിനെക്കുറിച്ചുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. നമുക്കപ്പോൾ നെക്സ്റ്റ് ട്യൂട്ടോറിയൽ എന്തിനെക്കുറിച്ചാണ് ചെയ്യേണ്ടത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിനെക്കുറിച്ച് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ഇനിയും ബാക്കിയുള്ള ബേസിനെ തന്നെ കവർ ചെയ്ത് പോവാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.